നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ സമാരംഭിക്കുകയാണ്. പ്രൗഢമായ ഈ വേദിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി ഷൈനി തോമസ് ടീച്ചറെ വളരെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നാം ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കെട്ടിലും മട്ടിലും അണിഞ്ഞൊരുങ്ങി തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ വിദ്യാലയ കെട്ടിടത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ 104ാം വാർഷിക ആഘോഷത്തിലുമാണ്. നമുക്കറിയാം, 1921 കൈപ്പറ്റ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ആരംഭിച്ച നമ്മുടെ സ്കൂൾ അക്കാദമിക മേഖലയിലും കലാകായിക രംഗത്തും വളരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അക്കാദമിക മേഖലയിലെ മികവായ LSS വർഷങ്ങളായി നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നേടി. ഇതുപോലെ ഈ വർഷവും 7 വിദ്യാർത്ഥികൾ LSS നേടി നമ്മുടെ അഭിമാനകാരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയും എല്ലാ സ്കൂളുകളും ഭൗതിക സാഹചര്യത്തിൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യവും വളരെയധികം മെച്ചപ്പെട്ടു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഈ രീതിയിൽ നമ്മുടെ സ്കൂളിനെ ഉയർത്തുവാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ച നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അവർക്ക് അർപ്പിക്കുകയാണ്. നമുക്ക് 2 ദിവസത്തെ വിപുലമായ പരിപാടികളോടെയാണ് ഇത് നമ്മുടെ PTA കമ്മിറ്റി വളരെ ഉത്സവമായി, ഒരു നല്ല ഉത്സവമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ 2 ദിവസത്തെ പരിപാടികൾ നമ്മുടെ പരിസര പ്രദേശത്തിലുള്ള അംഗനവാടികൾ, അതുപോലെ നഴ്സറി, സ്കൂൾ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വിപുലമായ പരിപാടികൾ ഇവിടെ അണിനിരക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി 1973 കാലഘട്ടം മുതൽ നമ്മുടെ തലമുറയ്ക്ക് അക്ഷര വെളിച്ചം നേകിയ അധ്യാപക ശ്രേഷ്ഠർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങും നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. നമ്മുടെ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം നമ്മുടെ 104ാം വാർഷിക ആഘോഷവും ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് മലപ്പുറം നിയോജക മണ്ഡലം MLA ശ്രീ ഉബൈദുള്ള അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജനകീയനായ MLA. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ഒതുക്കുങ്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കടമ്പോട്ട മൂസ അവറുകളാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം ശ്രദ്ധാലുവായ അദ്ദേഹം ഒരു സ്കൂൾ മാനേജർ കൂടിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി അജ്ബാൽ ഗ്രൂപ്പ് ചെയർമാനും ജനസേവകനുമായ ശ്രീ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി അവറുകളാണ്. എന്നേക്കാൾ അറിയാം നിങ്ങൾക്ക് നമ്മുടെ 1ാം വാർഡിന് വേണ്ടി അദ്ദേഹം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. നിസാർ മാഷിൻ്റെ ഒരു വിളി മതി, അദ്ദേഹം ആർക്കു വേണ്ടിയും എന്ത് സഹായവും ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ആദരിക്കാൻ നമുക്ക് ഇന്നിവിടെ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രമോദ് സാർ, വേങ്ങര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, 3 വർഷമായി നമ്മുടെ വേങ്ങര ഉപജില്ലയെ നയിക്കുന്ന
അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള ആശംസ അർപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഞാനിത് വിനിയോഗിക്കുകയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ബ്ലോക്ക് മെമ്പർ മലപ്പുറം ശ്രീമതി ആശുവ തസ്നിയെയും ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ഹൗസിയ നൌഷാദ് വൈസ് പ്രസിഡന്റ് ഒതുക്കുങ്കൽ ഗ്രാമപഞ്ചായത്ത്, അവരെയും ഈ യോഗത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 8ാം വാർഡ് മെമ്പർ പറപ്പൂർ പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ ശ്രീമതി നസീമ സിറാജ്, അവരെയും വളരെ ഹൃദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാനേജർ ഇവിടെ എത്തിയിട്ടില്ല, UK അബ്ദുൽ കരീം, അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ബാരി CK, അദ്ദേഹത്തെ വളരെ ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ഷാദിയ പർവി തോട്ടങ്കൽ, നമ്മുടെ 1ാം വാർഡ് മെമ്പറും നമ്മുടെ രക്ഷിതാവും കൂടിയാണ്. ഏത് പ്രവർത്തനത്തിനും നമ്മുടെ സ്കൂളിനോടൊപ്പമുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ MTA പ്രസിഡന്റ് ശ്രീമതി ഷിഫാനത്തിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും ആയ ശ്രീ ഗഫൂർ AP-യെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒതുക്കുങ്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മൂസ കടമ്പോട്ട് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രൗഢമായ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നു ഒതുക്കുങ്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കടമ്പോട്ട് മൂസ സാഹിബ്. മലപ്പുറം MLA-യും നമ്മുടെയൊക്കെ MLA-മായിട്ടുള്ള P. ഉബൈദുള്ള സാഹിബ് അവരുടെ മറ്റ് അജ്ഫാൻ MD-യും ഗ്രാമപഞ്ചായത്തിൻ്റെ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനുമായ എച്ച് മുഹമ്മദ് ഡോക്ടർ AEO മുഹമ്മദ്, ഉസ്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഫൗസിയ നൌഷാദ്, ഇവിടുത്തെ മെമ്പറും മുൻ സ്റ്റാൻഡിംഗ് ചെയർമാനുമായ ഷാദിയ പർവി തോട്ടങ്ങൾ, മാനേജ്മെൻറ്റ് പ്രതിനിധി പിന്നെ മറ്റ് ഷിഫാനത്ത് MTA പ്രസിഡന്റ്, ആലി ഗഫൂർ മുൻ പൂർവ്വ വിദ്യാർത്ഥി, ജിമ്മി ജോർജ് സ്റ്റാഫ് സെക്രട്ടറി, ഇവിടെ സ്വാഗതം പറഞ്ഞു ഷൈനി തോമസ്, ബ്ലോക്ക് മെമ്പർ ആസിഫ തെസിനി, മറ്റ് അധ്യാപകരെ, കുട്ടികൾ, നാട്ടുകാർ, വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഏത് നാടിനെയും സാംസ്കാരികമായും വിദ്യാഭ്യാസമായും അവിടെ ഉയർച്ച വരണമെങ്കിൽ സ്കൂൾ വേണം, അംഗനവാടി വേണം, പള്ളി, മദ്രസ, അമ്പലമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും തലയുയർത്തി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് മാനേജ്മെൻ്റ് ആണെങ്കിലും നിങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്ന ആളുകൾ തന്നെയാണ്. നിഷു ഒക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനമായിട്ടുള്ളത്. മാനേജ്മെൻറ്റ് പ്രതിനിധി പറഞ്ഞ നിഷു തന്നെയാണ്. ഇതിൻ്റെ എല്ലാം നിഷു ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്ര കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനും കഴിഞ്ഞ ആഴ്ച പഞ്ചായത്തിൻ്റെ ഒരു നീന്തൽ പരിശീലനം ഉണ്ടായിരുന്നു. അപ്പോൾ നിഷു മാഷ് അവരോടൊപ്പം നീന്തുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പിടിച്ച് വെള്ളത്തിലിടാൻ നോക്കിയത്. അപ്പോൾ അത്രയും അതിൽ ലയിച്ച് ചേർന്നിട്ടുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം പറയല്ല. സ്കൂളാകുമ്പോൾ ഓരോ അധ്യാപകരും അതിന് തയ്യാറാവണം. അത് ഒരു മാതൃകയാണ്. അതിനിവിടെ പരാമർശം കാരണം അതിനെ ഏറ്റവും സ്പർശിച്ച ഒരു കാര്യമായതുകൊണ്ട് ആ പരിപാടിയിൽ വളരെയധികം ഇൻക്ലൂഡ് ആയിട്ടുള്ള ആൾ നിഷു തന്നെയായിരുന്നു. ഈ വാർഷികാഘോഷം 104ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്.
എന്തുകൊണ്ടും കൈപ്പറ്റ ഭാഗത്ത് ഈ സ്കൂൾ എന്നും തലയുർത്തിയിരിക്കുന്ന സ്കൂൾ തന്നെയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന MLAക്ക് മറ്റു പരിപാടികൾ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഉദ്ഘാടന പ്രസംഗം അധ്യക്ഷ പ്രസംഗം നീട്ടി കൊണ്ടുപോകുന്നില്ല. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ഗുരുദാസ് സാഹിബിനെ ക്ഷണിച്ചു. വൈജ്ഞാനിക ഭൂമണ്ഡലത്തിൽ അക്ഷീണം അഭിമാനത്തിന്റെ പടവുകൾ താണ്ടി പിന്നിട്ട വഴികളിൽ വിജയഘോഷത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉന്നതികൾ ചവിടിയ ഒരു ദേശത്തിന്റെ കലാലയം, അറിവിന്റെ കേന്ദ്രമായി മികവിന്റെ മുദ്രയായി ചുലച്ചു നൽകുന്ന കൈപ്പറ്റ AM LP സ്കൂൾ, അതിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം മലപ്പുറത്തിന്റെ നിയമസഭാ സാമാജികൻ, ജനകീയനായ ജനനായകൻ, നമ്മുടെ പ്രിയങ്കരനായ ശ്രീ P. ഉബൈദുള്ള സാഹിബ് നിർവഹിക്കുകയാണ്. വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. ഈ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ MLA P. ഉബൈദുള്ള സാഹിബിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഒതുക്കങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മൂസ കടമ്പോട്ട്, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയങ്കരിയായ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഷൈനി തോമസ് ടീച്ചർ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി, നമ്മുടെ നാട്ടുകാരൻ, ഏറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയും അജിഫാൻ ഗ്രൂപ്പിൻ്റെ ചെയർമാനും ഒതുക്കങ്ങൽ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാനുമായ ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി സാഹിബ്, ബഹുമാനപ്പെട്ട വേങ്ങര AEO ടി പ്രമോദ് കുമാർ മാസ്റ്റർ, ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആഷിഫ തസ്നി, ഒതുക്കങ്ങൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഫൗസിയ നൌഷാദ്, പ്രിയങ്കരിയായ വാർഡ് മെമ്പർ ഷാദിയ ഫർവീദ് തോട്ടുങ്കൽ, മാനേജർ UK അബ്ദുൽ കരീം, PTA പ്രസിഡന്റ് CK അബ്ദുൽ ബാരി, MTA പ്രസിഡന്റ് ഷിഫാനത്ത്, പൂർവാധ്യാപിക ആലിസ് ടീച്ചർ, AP ഗഫൂർ, സ്റ്റാഫ് സെക്രട്ടറി ജിമ്മി ജോർജ് മാസ്റ്റർ, നിസാർ മാസ്റ്റർ ഉൾപ്പെടെ പ്രിയപ്പെട്ട മറ്റു അധ്യാപകരെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, കൈപ്പറ്റ AM-LP സ്കൂൾ 104-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഒരു നൂറ്റാണ്ട് മുമ്പ് ഇത്തരമൊരു വിദ്യാലയം ഈ ഗ്രാമത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടി, സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ആളുകളെ ഈ ഘട്ടത്തിൽ നന്ദിയോടുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. കൈപ്പറ്റ പ്രദേശത്തെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് അടിത്തറ പാകിയ വിദ്യാലയമാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. സ്കൂളിൽ തന്നെ പോകാൻ പലരും താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെയാണ് പലയിടത്തും ആദ്യം ഓത്തുപള്ളികൾ ആരംഭിച്ച് പിന്നീട് ഓത്തുപള്ളികൾ സ്കൂളുകളാക്കി മാറ്റി വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായ ശ്രമം നമ്മുടെ പൂർവികന്മാർ ആ കാലഘട്ടത്തിൽ നടത്തിയത്. അവരുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് ഇന്ന് 104-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ കൈപ്പറ്റ AM-LP സ്കൂൾ. ഇന്നിവിടെ വന്നപ്പോൾ എനിക്കേറെ സന്തോഷം തോന്നുന്നു. നാട്ടുകാരായ എല്ലാവരും, സഹോദരി സഹോദരന്മാർ, കുട്ടികൾ, മുതിർന്നവർ, യുവാക്കൾ എല്ലാവരും വന്നു ചേർന്ന് ഒരു നാടിൻ്റെ ജനകീയോത്സവമായി നമ്മുടെ സ്കൂൾ വാർഷികം മാറ്റാൻ മുന്നോട്ട് വന്ന ഈ നാട്ടുകാരെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പലപ്പോഴും പല എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഇത്ര സൗകര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിമനോഹരമായ സൗകര്യപ്രദമായ കെട്ടിടം, കുട്ടികൾക്ക് കളിക്കാൻ നല്ല സൗകര്യപ്രദമായ ഗ്രൗണ്ട്, നല്ല കിച്ചൺ, എല്ലാം കൊണ്ടും
മറ്റ് പൊതുവിദ്യാലയങ്ങൾക്ക്, എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് മാതൃകയാണ് കൈപ്പറ്റ AMLP സ്കൂൾ. ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മാനേജർ കൂടിയാണ്. സാധാരണഗതിയിൽ മാനേജർമാർക്ക് ഇപ്പോൾ സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ താല്പര്യമില്ല. എയ്ഡഡ് സ്കൂൾ എന്ന് പേരുണ്ടെങ്കിൽ പോലും സർക്കാരിൻ്റെ യാതൊരു എയ്ഡും ഇത്തരം വിദ്യാലയങ്ങൾ കിട്ടില്ല. അപ്പോൾ മാനേജർമാർക്ക് സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസം. അപ്പം എന്നിട്ടും നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാനേജർ ഈ വിദ്യാലയത്തിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി തരുന്നു എന്നത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ വിഷയങ്ങളോട്, നമ്മുടെ കുട്ടികളുടെ പഠന കാര്യത്തിൽ, വിദ്യാഭ്യാസ കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന താല്പര്യമാണ് അത് പ്രകടമാകുന്നത്. മാനേജറെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാലയമാണ് കൈപ്പറ്റ AMLP സ്കൂൾ. വേങ്ങര AU ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയാം, സബ് ജില്ലാ കലോത്സവത്തിലും വിദ്യാഭ്യാസ ജില്ലാ കലോത്സവത്തിലുമൊക്കെ കൈപ്പറ്റ AMLP സ്കൂളിൻ്റെ നാമം നാം എന്നും ഉയർന്നു കേൾക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ, അവരുടെ കായിക ശേഷി വികസിപ്പിച്ചെടുക്കുന്നതിൽ, ഇതൊക്കെ അധ്യാപകരുടെ ആത്മാർത്ഥമായ സേവനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികളുടെ എല്ലാ തരം കഴിവുകൾ മനസ്സിലാക്കി അവരുടെ അഭിരുചിക്കനുസരിച്ച് വളർന്നു വരാൻ അവർക്ക് അവസരമൊരുക്കുന്നു. ഈ വിദ്യാലയത്തിൽ പ്രിയങ്കരിയായ ഹെഡ്മിസ്ട്രേഴ്സ് നേതൃത്വത്തിൽ അധ്യാപകരുടെ ഒരു ടീം വർക്ക്, അതാണ് ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്നത്. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന അധ്യാപകർ, അവർ നമ്മുടെ നാടിനോടും നമ്മുടെ കുട്ടികളോടും കാണിക്കുന്ന സ്നേഹവും അവരുടെ സമർപ്പണ മനോഭാവവും, അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ വിദ്യാലയം മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളൊന്നായി നമ്മുടെ വിദ്യാലയം മാറിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ചില പരിപാടികൾ കൂടി ഇതിനിടയ്ക്ക് വന്നതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കൈപ്പറ്റ AMLP സ്കൂളിൻ്റെ കെട്ടിടം, പുതിയ കെട്ടിടം, പുതുതായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൻ്റെയും ഈ 104ാം വാർഷികാഘോഷ പരിപാടികളുടെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി ഇവിടെ ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഈ വേദിയിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് കഴിഞ്ഞ കാലത്ത് റിട്ടയർ ചെയ്തു പോയ അധ്യാപകരും അധ്യാപികമാരും ഒക്കെ വന്നു ചേർന്നിരിക്കുന്നു എന്നതും ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടുന്ന് റിട്ടയർ ചെയ്തു പോയാൽ അവരൊക്കെ ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇന്നും സഹകരിക്കുന്നു എന്നാണ് അവരുടെയൊക്കെ സാന്നിധ്യം തെളിയിക്കുന്നത്. അവരെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സാർ. വേദിയിൽ മനോഹരമായ ഒരു ആദരിക്കൽ ചടങ്ങ് നടക്കുകയാണ്. നമുക്കേവർക്കും പ്രിയപ്പെട്ട ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ കുട്ടിക, ജീവകാരുണ്യ മേഖലയിൽ നിരവധി ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് എന്നും സ്നേഹജനങ്ങളുടെ ഇടനെഞ്ച് കവർന്ന പ്രിയപ്പെട്ട നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി എന്ന കുട്ടിക നമ്മുടെ ഈ വാർഡിൽ തന്നെ 2 വീടുകൾ പൂർത്തിയാക്കി, 2ാം വാർഡിലും പണി നിന്ന് പകുതിയായ ഒരു വീട് പൂർത്തിയാക്കി. ഒപ്പം ഒരു വിദ്യാർത്ഥിയെ നഴ്സിംഗിന് പഠിപ്പിക്കുന്നു. 4 വീടുകൾക്ക് പ്രതിമാസം 5000 രൂപ വെച്ച് നൽകുന്നു. ഇനി പണി ഡിൻഡൽ വരെ നിന്ന 2 വീടുകൾ പൂർത്തിയാക്കാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ 2 വീടുകൾ ഇന്നലെ നമ്മുടെ ഈ നാടിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി, അദ്ദേഹത്തെ ഈ ചടങ്ങ് ആദരിക്കുകയാണ്. നിറഞ്ഞൊരു കയ്യടി. താങ്ക് യു. അടുത്തതായി കൈപ്പറ്റ AMLP സ്കൂളിന്റെ സ്നേഹാദരം സമ്മാനിക്കുകയാണ് വേങ്ങര വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ശ്രീ പ്രമോദ് സാർ. നിരവധി വർഷം അധ്യാപകനായും പ്രധാനാധ്യാപകനായും സേവനമനുഷ്ഠിച്ച ശേഷം 3 വർഷക്കാലമായി വേങ്ങര ഉപജില്ല സാരഥിയായ ശ്രീ പ്രമോദ് സാർ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ഈ അവസരത്തിൽ കൈപ്പറ്റ AMLP സ്കൂളിന്റെ സ്നേഹാദരം വേദിയിൽ വെച്ച് സമ്മാനിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ഈ പ്രൗഢമായ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ ബഹുമാന്യനായ ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച, ആദരിക്കാൻ വിളിച്ച ഇതിൻ്റെ പ്രവർത്തകർക്ക് നന്ദി. ഞാൻ വിദ്യാഭ്യാസമൊന്നുമില്ല, വെറും 4ാം ക്ലാസ്സാണ്. നിങ്ങളെ മുന്നിൽ പ്രസംഗിക്കാൻ യാതൊരു കഴിവില്ല, എന്നാലും ഒപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ പ്രവർത്തകരോട് പറഞ്ഞു, ഇന്നലായിട്ട് 2 വീടും മിഞ്ഞാതെ പഞ്ചായത്തിൽ വെച്ച ഒരാളും 3 വീട് ഉടനെ നമ്മൾ പഞ്ചായത്തിൽ ഉടനെ ഈ ഭാഗത്ത് കൈപ്പറ്റ പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ട്രസ്റ്റിലെ പ്രവർത്തകരോട് പറഞ്ഞെടുക്കേണ്ട അധികം കൈപ്പറ്റ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മളെ കൈപ്പറ്റ ഒതുക്കങ്ങൾ പഞ്ചായത്തിൽ ഒരു വീടില്ലാത്തവരും ഉണ്ടാവരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വർഷം 60 വീടാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഈ പഞ്ചായത്തിൽ 600-700 ആളുകൾക്ക് മന്ത്ലി നമ്മൾ അവരെ അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ട്. പക്ഷെ ആർക്കും അറിയില്ല, ആരോടും പറയാറില്ല. നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കാൻ ഒരാളും പട്ടിണി കിടക്കരുത്. കാരണം ഈ നാട്ടിലെ പണമുള്ളവരെല്ലാം ആരെങ്കിലും പട്ടിണി കിടന്നാൽ അവരാണ് അതിന്റെ ഉത്തരവാദി. നിങ്ങൾ ഒന്ന് ആലോചിച്ച്, ഇസ്ലാമിന്റെ 5 കാര്യം പ്രവർത്തിക്കാനും 6 കാര്യം വിശ്വസിക്കാനാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ 3ാമത്തെ കാര്യമാണ് സക്കാത്ത് കൊടുക്കൽ. നമ്മള് തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും, 5 നേരം ജമാഅത്തിന് പള്ളിയിൽ പോകും, ഹജ്ജിന് പോകും, ഉംറക്ക് പോകും, ഇതൊക്കെ ചെയ്യും. സക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മറന്നു പോവുകയാണ്. സക്കാത്ത് കൊടുക്കാതെ നമ്മളെ കുട്ടികൾക്ക് നിങ്ങൾ സമ്പാദിച്ചു വെച്ചാൽ ആ സ്വത്ത് ഒരിക്കലും നിങ്ങളെ കുട്ടികൾക്ക് ഉപകരിക്കാൻ കഴിയില്ല എന്ന് സത്യമാണ്. എന്തുകൊണ്ടാണ് സക്കാത്ത് നിർബന്ധാക്കിയത്? സക്കാത്ത് കറക്റ്റ് കൊടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരൊറ്റ പാവപ്പെട്ടവനും ഈ നാട്ടിൽ കാണൂല. അതുകൊണ്ടാണ് നമ്മളോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കറക്റ്റ് സക്കാത്ത് കൊടുക്കണം. 2013 ആരംഭിച്ച അജുഫാൻ ഇന്ന് ഇന്ത്യയിലെ 14 സ്റ്റേറ്റില് 500 കോടി ടേൺഓവറുള്ള ഒരു കമ്പനിയായി. എന്തുകൊണ്ടാണ് 500 കോടി ആയത്? കറക്റ്റ് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, കറക്റ്റ് ഇൻകം ടാക്സ് കെട്ടുന്നുണ്ട്, GST കെട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അജുഫാൻ ഇത്രയും വളർന്നത്. ആയിരക്കണക്കിന് ആളുകളെ പ്രാർത്ഥന കൊണ്ടാണ് അജുഫാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കറക്റ്റ് സക്കാത്ത് കൊടുത്ത് നിങ്ങളെ തടിമൊന്ന് ഒഴിവാക്കണം. നാളെ സക്കാത്ത് പരലോകത്തേക്ക് നിങ്ങൾ നീട്ടി വെക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ നമ്മളിവിടെ 3 വീട് അടുത്ത ആഴ്ചയിൽ ആരംഭിക്കുന്നുണ്ട്. ഉടനെ അത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഈ കൈപ്പറ്റ ഭാഗത്ത് ഒരു 5-8 വീട് പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉടനെ നമുക്ക് ആരംഭിക്കാം. ഞാൻ അധികം പ്രസംഗിച്ച് കൊണ്ടുപോകുന്നില്ല, എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു. അടുത്തതായി വേദിയിൽ ചില ഉപഹാര സമർപ്പണ ചടങ്ങ് നടത്തിയ LSS പരീക്ഷയിൽ വിജയികളായ കുട്ടികൾ അനുമോദിക്കൽ ചടങ്ങാണ് ഇനി വേദിയിൽ നടക്കുന്നത്. ഈ മൊമെന്റോ കൈമാറുന്നത് വേങ്ങര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ പ്രമോദ് സാർ വളരെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് ഷാദിൽ LSS പരീക്ഷയിൽ വിജയികളായ നമ്മുടെ സ്കൂളിലെ അഭിമാനങ്ങളായ കുട്ടികൾ നമ്മളിവിടെ മൊമെന്റ് കൊടുത്ത് ആദരിക്കുകയാണ്. ആദ്യമായി മുഹമ്മദ് ഷാദിൽ, അടുത്തതായി ഷെഫിൻ ഷാ, അടുത്തതായി റമീസ ജഹാൻ,
അടുത്തതായി ആഹിൻ എ. അടുത്തതായി മുഹമ്മദ് സഹൽ ടി സി. അടുത്തതായി ഫാത്തിമ ഹാദിയ. മുഹമ്മദ് ഷയാൻ വി പി. അടുത്തതായി പ്രൗഢമായ ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി വേങ്ങര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ പ്രമോദ് സാറിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മൂസ കടമ്പോട്ട് അവർ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മലപ്പുറത്തിൻ്റെ ബഹുമാന്യനായ MLA ശ്രീ ഉബൈദുള്ള അവർ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച വിദ്യാലയത്തിൻ്റെ പ്രധാനാധ്യാപിക ഷൈനി ടീച്ചർ, അതേപോലെ ഇന്ന് നമ്മൾ സ്നേഹാദരം നൽകി ആദരിച്ചിട്ടുള്ള മുഹമ്മദ് കുട്ടി നെച്ചിക്കാട്ടിൽ അവർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഈ വിദ്യാലയത്തിൻ്റെ 104ാം വാർഷിക ആഘോഷത്തിലും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കാട്ടിലിനെ ആദരിക്കുന്ന ചടങ്ങിലും പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഈ വൈകിയ വേളയിൽ കുട്ടികളൊക്കെ കലാപരിപാടികൾ ആസ്വദിക്കാനും അവതരിപ്പിക്കാനുമുള്ള മൂഡിലാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, എങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഏകദേശം ഈ വിദ്യാലയം സ്ഥാപിതമായിട്ട് 104 വർഷങ്ങളാണ്. 104 വർഷങ്ങളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നിർണായക സ്ഥാനം വഹിക്കുന്ന ഒരു വിദ്യാലയമാണ്. 104 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ വിദ്യാഭ്യാസത്തിന് അവസരം കുറഞ്ഞ സമയത്ത് സ്വയം അതിൻ്റെ ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് സ്ഥലവും കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിച്ച് ഒരു മാതൃക എന്നുള്ള നിലക്കാണ് ഈ വിദ്യാലയം അന്ന് തുടക്കം കുറിച്ചത്. ആ കാലഘട്ടത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടുകൂടി തുടങ്ങി ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഉള്ള ഒരു നല്ല വിദ്യാലയമായിട്ട് ഈ വിദ്യാലയം